ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പ്രകൃതിയിലെ ഏത് കാര്യവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വളർന്നു വരാനായിട്ട് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാലാകാലങ്ങളിലും ഓരോ സാഹചര്യത്തിനനുസരിച്ചും അതിന് മാറ്റം വരുന്നുണ്ട്. നമുക്ക് ഒരാളോട് തോന്നുന്ന ആകർഷണത്തിൻ്റെ പിന്നിൽ, ഇഷ്ടത്തിൻ്റെ പിന്നിൽ കുറേ ബ്രെയിൻ വർക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പങ്കാളി ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപമായിരിക്കത്തില്ല, പെരുമാറ്റ രീതി ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഇഷ്ടങ്ങളിലുള്ള വൈവിധ്യം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിനകത്ത് ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഏതൊരു സ്ത്രീയും താൻ സ്നേഹിക്കുന്ന പങ്കാളി ഈ രീതിയിലൊക്കെ പെരുമാറണമെന്നൊരാഗ്രഹമുണ്ട്. പുരുഷനും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രധാനം ആ രണ്ട് വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. ഇതിനകത്ത് ഒരു വ്യക്തിക്ക് സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പങ്കാളിയുടെ മനസ്സറിഞ്ഞ് പെരുമാറേണ്ടതായിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ലിംഗത്തിൻ്റെ ശരിയായ പ്രവർത്തനമാണ്. ഈ ആത്മവിശ്വാസം പങ്കാളിയോടുള്ള പെരുമാറ്റത്തിലൊക്കെ പ്രകടമാകുന്നുണ്ട്. സ്ത്രീ പങ്കാളിക്കാണെങ്കിലും ആത്മവിശ്വാസം കിട്ടുന്നത് സ്നേഹിക്കുന്ന പുരുഷൻ ഇതിനകത്ത് അവരെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോഴാണ്. ഇവിടെ കാമത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ചില ഭാഗങ്ങൾ അവർക്ക് ആത്മവിശ്വാസം കൂടുതലായിട്ട് കൊടുക്കുന്നതുണ്ട്. പങ്കാളി അതിൽ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി പുകഴ്ത്തി പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. പങ്കാളികളെ സംബന്ധിച്ച് അവർക്കൊരു മൂഡ് വരണമെന്നുണ്ടെങ്കിൽ ചുംബനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ സമയത്ത് കൈകൾ വെറുതെ ഇരിക്കാനും പാടില്ല. ലിംഗത്തിൽ ചെയ്യുന്ന ചില ആക്ടിവിറ്റി ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ വേണം, ക്രിയകളും വേണം. അടിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഒരുക്കിയെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണല്ലോ. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനോടുള്ള ആഗ്രഹം കുറച്ച് കൂടുതലാണ്. പല സാഹചര്യത്തിലുള്ള റെസ്പോൺസിൽ നിന്നും അത് മനസ്സിലാക്കാൻ പറ്റും. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളൊന്നും അങ്ങനെ അങ്ങ് തുറന്നു പ്രകടിപ്പിക്കത്തില്ല. പ്രത്യേകിച്ചും ഇഷ്ടമുള്ള പങ്കാളിയോട് ചെയ്യുന്ന രഹസ്യമായ ചുംബനങ്ങൾ, അതുപോലെ ചെറിയ സൗന്ദര്യ പിണക്കത്തിലൊക്കെ ഇരിക്കുവാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് തട്ടി മുട്ടിയൊക്കെ പിണക്കം മാറ്റുന്നത്. ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, കളിക്കുകയും ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട സമയത്ത് ശരീരത്തിന് നമ്മളറിയാതെ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നിൽ നിന്ന് ചില ക്രിയകൾ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇവിടെ പിൻഭാഗത്തിൻ്റെ രൂപത്തിന്, മാറിടത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. തന്നെയല്ല കഴുത്തിൻ്റെ ഭാഗത്ത് വാഗോണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ. സ്ത്രീകളിൽ ഹാപ്പി ഹോർമോൺസ് ഏറ്റവും കൂടുതലുണ്ടാകുന്നൊരു സമയമായത്. പ്രത്യേകിച്ചും ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ. ഈ സമയത്തുള്ള പൗരുഷത്തിൻ്റെ പ്രവർത്തനം ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുന്നുണ്ട്. അവരോട് ഇഷ്ടവും ആകർഷണവും ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആയിരിക്കും എന്നൊരു ധാരണയുണ്ട്. ഇനി ഏത് ക്രിയകളാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അതവരുടെ ശരീരത്തെ അടുത്തറിയാനും ആസ്വദിക്കാനുമുള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ സ്പർശനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ സമയത്തൊരു ഫാൻറ്റസിയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ കളർഫുള്ളാകും. അതുകൊണ്ടാണ് കയറ്റുന്നതിന് മുമ്പുള്ള ക്രിയകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം വരുന്നത്. അതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടുന്നു എന്നതുപോലെ പ്രധാനമാണ് ഏത് രീതിയിൽ അത് ചെയ്ത് സംതൃപ്തി വരുത്തുന്നു എന്നുള്ളത്. ചിലരാണെങ്കിൽ ഇതിൻ്റെ വലിപ്പത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ചിലർക്കാണെങ്കിൽ അങ്ങനെയല്ല, അതിൻ്റെ പ്രവർത്തനമാണ് പ്രധാനം. ഇതിനകത്ത് സ്ട്രോക്ക് കൂടുതൽ വേണ്ടവരെ സംബന്ധിച്ച് അവരുടെ ഫാൻറ്റസിയും അതനുസരിച്ചുള്ളതായിരിക്കും. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനോട് ആകർഷണം തോന്നുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ചിലരാണെങ്കിൽ ഇവിടെ ഒരു കാര്യവും ചെയ്യത്തില്ല, എല്ലാം പുരുഷൻ ചെയ്യട്ടെ എന്ന ആറ്റിറ്റ്യൂഡാണ്. അവരെ സംബന്ധിച്ച് ഇതിനകത്ത് പല കാര്യങ്ങളും സ്വീകരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുന്നതിനോട് ഇഷ്ടമുള്ളവർ. എന്നാൽ ചിലർക്കാണെങ്കിൽ അങ്ങനല്ല, അവർക്ക് ചില ക്രിയകൾ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. അവരെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കുന്നതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നവരാ. ഇതും ആ റെസ്പോൺസിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് രീതിയാണെങ്കിലും നമുക്കത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, സന്തോഷമുള്ളൊരു സാഹചര്യം വേണം. അതാണ് ഏറ്റവും പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.